ഇന്ന് ഇത് സംഭവിക്കും. ആറളത്ത് UDF-ഉം BJP-യും ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുന്നു. കാട്ടാന ആക്രമണത്തിൽ ആദിവാസി ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ഹർത്താൽ. വനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ആറളത്ത് സർവകക്ഷി യോഗവും ചെയ്തു. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം ഇന്ന് 15ാം ദിവസം. പ്രതിഷേധക്കാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വീണ്ടും ചർച്ച നടത്തിയേക്കും. ഇന്ന് 28 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തദ്ദേശ വാർഡുകളിൽ വോട്ടെടുപ്പാണ്. രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചു. വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. നാളെ വോട്ടെണ്ണലും നടക്കും. ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശ കേസിൽ PC ജോർജിനെ ഇന്ന് അറസ്റ്റ് ചെയ്തേക്കും. ഇന്ന് ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ PC ഹാജരാകുമെന്നാണ് വിവരം. സിനിമാ സമരത്തിൽ നിലപാടെടുക്കാൻ ഫിലിം ചേംബറിന്റെ യോഗവും ഇന്ന് ചേരുന്നുണ്ട്. പിന്തുണയ്ക്കണമെന്നാണ് നിർമ്മാതാക്കളുടെ ആവശ്യം. സമരപരിപാടി വേണ്ടെന്ന തീരുമാനത്തിലാണ് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ. ഡൽഹി നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ മുൻ AAP സർക്കാരിനെതിരെയുള്ള CAG റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുമെന്ന് BJP. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് ന്യൂസിലൻഡ് ബംഗ്ലാദേശിനെ നേരിടും. ഉച്ചയ്ക്ക് 2:30 റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പാതിവില തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി അനന്തു കൃഷ്ണന്റെ കസ്റ്റഡി അപേക്ഷ നൽകാൻ ക്രൈംബ്രാഞ്ച് ഇന്ന് മൂവാറ്റുപുഴ കോടതിയിൽ അപേക്ഷ നൽകും. ക്രൈംബ്രാഞ്ച് ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാകും ചോദ്യം ചെയ്യൽ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ ഇന്ന് വയനാട് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധിക്കും. ദുരന്തബാധിതരുടെ ജനകീയ സമിതിയാണ് ഉപവാസം നടത്തുക. പ്രതിവാസത്തിലടക്കം സർക്കാർ സമീപനത്തിൽ വീഴ്ച ആരോപിച്ചാണ് സമരം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ ഇന്ന് LDF-ന്റെ രാപ്പകൽ സമരം. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തും. രാവിലെ 10 മണിയോടെ കേരള ഹൌസിൽ നിന്ന് ആരംഭിക്കുന്ന സമരം അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ബിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവം ഇന്ന് തോട്ടട SN കോളേജിൽ ആരംഭിക്കും. സർവകലാശാലയ്ക്ക് കീഴിലെ 120-ലേറെ കോളേജുകളിൽ നിന്നായി 4086 പ്രതിഭകൾ മാറ്റുരയ്ക്കും.